കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ ആരാധിക്കുക, ക്രിസ്തുവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ സ്തുതിക്കുക. എത്രയോ ഘോരപാതകത്തിലേക്ക് ഞാൻ പോകേണ്ടവനായിരുന്നു, നീചമായ ജീവിതം നയിക്കേണ്ടവനായിരുന്നു, ആർക്കും തിരിഞ്ഞു നോക്കാൻ വയ്യാത്ത വിധത്തിൽ അത്രമാത്രം ക്രൂരതയോടെ ഞാൻ പോകേണ്ടവനായിരുന്നു, അത്ര മ്ലേച്ഛമായ ജീവിതം നയിക്കേണ്ടവനായിരുന്നു. എന്നാലോ ഈ ജീവനുള്ള ദൈവം എന്നെ രക്ഷിച്ചല്ലോ, എന്നെ വിടുവിച്ചല്ലോ എന്നുള്ള നന്ദി, നരകാഗ്നിയിൽ തന്നെ വിടുവിച്ചല്ലോ എന്നുള്ള നന്ദി. അനേകർ നരകാഗ്നിയിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ കർത്താവേ, നീ എന്നെ വലിച്ചെടുത്ത് നരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയല്ലോ എന്നുള്ള നന്ദി. സ്വർഗത്തിൽ എൻ്റെ പേര് നീ പ്രസിദ്ധമാക്കിയല്ലോ എന്നുള്ള നന്ദി. സ്വർഗത്തിൽ എനിക്ക് സ്വർഗീയ പൗരത്വം തന്നല്ലോ എന്നുള്ള നന്ദി. സ്വർഗീയ പൗരനാക്കി നീ എന്നെ മാറ്റിയല്ലോ എന്നുള്ള നന്ദി. എൻ്റെ കർത്താവേ, ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ തന്നെ മാറ്റിയെടുത്തല്ലോ, അടർത്തിയെടുത്തല്ലോ എന്നുള്ള നന്ദി. ഈ നന്ദിയിൽ ദൈവത്തെ സ്തുതിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സ്തുതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അട്ടഹസിച്ച് പറയേണ്ടതാണ്. മധുഭായി എന്നുള്ള കൽപ്പന അങ്ങനെയാണ്. നാം അട്ടഹസിച്ച് പറയണം. എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു, ആദി മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനാണ് വിളിച്ചത്. എല്ലാമുണ്ട്. പിതാക്കന്മാർ പറഞ്ഞതെല്ലാം സത്യമാണ്. നിർഭാഗ്യവശാൽ എന്നുള്ള പിതാക്കന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്തു ചെയ്യാം? അത് സങ്കടകരമായ കാര്യമാണ്. അതിന് നാം നിരാശപ്പെട്ടൊരു കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയാറില്ലേ, ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിച്ചിട്ട് കാര്യമില്ല. ഒരു തിരി കത്തിച്ച് വയ്ക്കാം, ഒരു ചെറിയ തിരി, അത്രയല്ലേ നമുക്ക് സാധിക്കുമോ? ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാൻ സൂര്യൻ്റെ വെളിച്ചം നോക്കിയില്ല. ഒരു ചെറിയ തിരി കത്തിച്ച് വയ്ക്കുക, ചെറിയ തിരി, ഒരു ചെറിയ മെഴുതിരി. ആ മെഴുതിരി കത്തി തീരുന്നത് പോലെ ഈ ആയുസ് ദൈവസ്നേഹത്തിൽ കത്തി എരിഞ്ഞ് തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്തിൽ കത്തി എരിഞ്ഞ് തീരുന്ന ഈ ആയുസ് ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാം വിട്ടുപിരിയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർ പേടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പേടിക്കേണ്ട. നിങ്ങൾക്ക് സാധിക്കും. ആവശ്യക്കാരാണെങ്കിൽ സാധിക്കും. എങ്ങനെയെന്ന് നിങ്ങൾ പരിഭവിച്ച് നോക്കണ്ട. നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ വഴി നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സ്തോത്രം.
നിൻ്റെ ആലോചനയാൽ നീ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ആരെയും ഒന്നും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. നീ വലത്തോടോ ഇടത്തോടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവെന്ന് ഒരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. സത്യം. ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ യേശുവിൻ്റെ സ്നേഹം? വേണമോ നിങ്ങൾക്ക്? സത്യാരാധന തുടങ്ങണമോ നിങ്ങൾക്ക്? ഇനിയും മദ്യത്തിന് പിറകെ പോകണമോ? അശുദ്ധിന് പിറകെ പോകണമോ? അരുതാത്തതായ വീഴ്ചകളുടെ പിറകെ പോകണമോ? അരുതാത്തതായ കാമഭ്രാന്തിൻ്റെയും ക്രോധഭ്രാന്തിൻ്റെയും പിറകെ പോകണമോ? വേണമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നശിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. നശിക്കണമോ? കർത്താവ് പറയും നശിക്കല്ലേ എന്ന്, ഇനിയും നശിക്കല്ലേ എന്ന്. നിർത്തൂ നിൻ്റെ പാവജീവിതം, നിൻ്റെ അശ്രദ്ധയോടെ നിർത്തൂ. നിൻ്റെ പാവജീവിതത്തോടെ നീ യാത്ര പറയൂ. ഏതെല്ലാം കാര്യങ്ങളാണ് എന്നെ ബന്ധിച്ചിരിക്കുന്നത്? പുറമേ പാവമൊന്നുമില്ല, മാന്യതയോടെ ജീവിക്കുന്നു, പക്ഷേ പണത്തോടുള്ള അമിതമായ ആസക്തി ഹൃദയത്തിൽ നിൽക്കുന്നു. പണത്തിൽ നിന്ന് മാറുന്നില്ല, ഹൃദയം മാറുന്നില്ല. ദ്രവ്യാഗ്രഹം ഹൃദയത്തിൽ നിൽക്കുന്നു, അഹങ്കാരം ഹൃദയത്തിൽ നിൽക്കുന്നു, ഞാൻ ഏതാണ്ട് ആണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ നിൽക്കുന്നു, സ്വയം മഹത്വം, സ്വയം പ്രശംസ നിൽക്കുന്നു, സ്വാർത്ഥത നിൽക്കുന്നു, സ്ഥാനമോഹം നിൽക്കുന്നു. എല്ലാം മാറ്റി കളഞ്ഞിട്ട് ഒന്നും വേണ്ട കർത്താവ്, ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് ഈ ഭൂമിയിലെ എൻ്റെ ചെറിയ ആയുസ് തീരുന്നവരെയും കർത്താവെ നിന്നെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ച് വിശുദ്ധിയുടെ മനോറയിലേക്ക് എനിക്ക് കടന്നു വരണം. ഇതാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് ജീവിതത്തിൽ കിട്ടേണ്ടതായ മഹാഭാഗ്യം, മഹത്തായ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഫറവോൻ അവൻ ജനത്തെ വിട്ടയപ്പം മരിച്ചപ്പോൾ അവസാനത്തെ ബാധ വന്നു, 10ാമത്തെ ബാധ. അത് ഭയങ്കരമായിരുന്നു, ഭയങ്കരമായ ബാധ. സംഹാരദൂതൻ ദേശത്തുകൂടി കടന്നു പോകും. ദൈവം പറഞ്ഞു സംഹാരകൻ കടന്നു പോകും. ഈ സംഹാരദൂതൻ ഓരോ ഭവനത്തിലും വന്ന് അവിടെയുള്ള കടിഞ്ഞൂലുകളെല്ലാം കൊല്ലും. കടിഞ്ഞൂലുകൾ ആദ്യം ഉണ്ടായ ആളുകൾ എല്ലാവരും കൊല്ലും. സംഹാരകൻ വരും അർദ്ധരാത്രിയിൽ സംഹാരകൻ മിസ്രയീം ദേശത്തൂടെ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഭവനത്തിന്മേൽ നിങ്ങൾ ഒരടയാളം വയ്ക്കണം. നിങ്ങളുടെ വാതിൽപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാൻ രക്തം തെളിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സംഹാരം കടന്നു പോകുമ്പോൾ രക്തം തെളിച്ച ഭവനങ്ങളെ ഒഴിവാക്കും. രക്തം തെളിച്ച ഭവനത്തിൽ അതിനകത്ത് കൂടിയിരിക്കുന്നവർ അവർക്ക് നാശം വരികയില്ല, കടിഞ്ഞൂൽ സംഹരിക്കപ്പെടുകയില്ല. ഉണ്ട്, മഹാബാധയുണ്ട്. പക്ഷേ ദൈവമക്കൾക്ക് രക്ഷപ്പെടാനൊരു മാർഗം തന്നുണ്ട്. രക്തമടയാളമായിരിക്കും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയുകയാണ്, ഈ രക്തത്തിൻ്റെ അടയാളം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ തിരക്തത്തിൻ്റെ അടയാളം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? തിരക്തങ്ങളുടെ നെറ്റിയിൽ മുദ്രയായി പതിഞ്ഞിട്ടുണ്ടോ? തിരക്തം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? തിരക്തം. ദൈവത്തിന് സ്തോത്രം. ആ തിരക്തമാണ് നമ്മെ വിടിവിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം വാതിൽപ്പടിമേലും കുറുമ്പടിമേലും, മുകളിലത്തെ കുറുമ്പടിമേലും പുരട്ടണം. താഴത്തെ കുറുമ്പടിമേലും വേണ്ട, മുകളിലത്തെ കുറുമ്പടിമേലും വാതിൽപ്പടിമേലും രക്തം പുരട്ടണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാവന ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു വീട്ടിൽ മോൻ രോഗിയാണ്, ഇത്തിരി അവശതയുണ്ട്. അവൻ ആ വീട്ടിലെ കടിഞ്ഞൂൽ പുത്രനാണ്. ഉറക്കത്തിൽ രാത്രി പാതിരിയോട് അടുത്തു. അവൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ അപ്പനെ വിളിച്ചു, അപ്പാ എന്താ മോനെ, അസുഖം കൂടുതലാണോ? അല്ലല്ല, അതല്ല അപ്പാ, ഞാൻ ഒരു കാര്യം ചോദിക്കുക. നമ്മൾ ഇന്ന് മോശയിൽ കൂടി ദൈവം അരുളി ചെയ്തത് കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടുന്നതല്ലേ? ഞാൻ ഈ വീട്ടിലെ കടിഞ്ഞൂലല്ലേ? കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടാതിരിക്കാൻ ഒരു മാർഗം ദൈവം തന്നിട്ടുണ്ടല്ലോ. കുഞ്ഞാടിനെ കൊന്ന് രക്തം പുരട്ടണമെന്ന് വാതിൽപ്പെടുമല്ലേ. അപ്പൻ അത് ചെയ്തോ? എൻ്റെ മോനെ നീ പേടിക്കണ്ട, ഞാനത് എൻ്റെ വേലക്കാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ വേലക്കാരനെ വിശ്വസ്തയോടെ ചെയ്യും. അവൻ ആടിനെ കൊന്ന് രക്തം തെളിക്കും, പേടിക്കണ്ട. അല്ല, അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറയുന്നത്, അപ്പൻ വിഷമിക്കണ്ട. എനിക്ക് ഒരു പേടി, വേലക്കാരനൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ചാകില്ലേ ഈ രാത്രി ചാകില്ലേ? അപ്പോൾ അപ്പനൊന്ന് നോക്കാമോ? വേണ്ട മോനെ, വേണ്ട, ഞാൻ വേലക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, അവരത് ചെയ്തിരിക്കും, ഉറപ്പാണ്. ഈ മോൻ എഴുന്നേറ്റു. അവൻ വെച്ച് അസുഖമുള്ള കുട്ടിയാണ്. അവൻ വെച്ച് വാതിക്കലേക്ക് ചെന്ന് അപ്പോഴത്തേക്ക് അപ്പൻ ഓടി വന്നു. അപ്പൻ നോക്കിയപ്പോൾ രക്തം പുരട്ടിയിട്ടില്ല. അയ്യോ എൻ്റെ മോനെ! അപ്പൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് തൊഴുത്തിലേക്ക് ഓടി. കുഞ്ഞാടിനെ കൊന്നു. വേഗം വന്ന രക്തം കൊണ്ടുവന്ന് വാതിൽപ്പടിവേലും കുറുമ്പടിവേലും തെളിച്ചു. ഭാഗ്യം. അവസാന നിമിഷത്തെങ്കിലും രക്തം തെളിച്ചു. ഭാഗ്യം. സംഹാരം കൊണ്ട് കടന്നു നിന്നില്ല. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നെല്ലുവിളി കേൾക്കുന്നു. കൊല്ലപ്പെട്ടു.
അടുത്ത വീട്ടിൽ മുറവിളി, സംഹാരം വന്നു, അവിടെയും കടിഞ്ഞൂൽ പുത്രൻ കൊല്ലപ്പെട്ടു. മറ്റു വീടുകളിൽ നിന്ന് മുറവിളി മുഴങ്ങുമ്പോൾ ഈ രക്തം തളിച്ച വീട്ടിൽ മാത്രം മുറവിളിയില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രക്തം തളിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ പുണ്യാഹ രക്തം, ആ പരിശുദ്ധ രക്തം വേണമോ നിങ്ങൾക്ക്? ആ രക്തം തളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ തിരക്തത്തിൻ്റെ സ്പർശം ഏൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ തിരക്തങ്ങൾ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം, ലോകാരംഭത്തിന് മുമ്പേ കൊല്ലർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ രക്തം, ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തം, ആ തിരുമാറിൽ നിന്നൊഴുകിയതായ തിരുരക്തം, അവൻ്റെ കന്നത്തടിച്ച് രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ രോമങ്ങളിൽ നിന്ന് പൊടിച്ചു വന്നതായ തിരുരക്തം, തലയിൽ മുൾമുടി വെച്ചപ്പോൾ ആ മുൾമുടിയിൽ അതിൻ്റെ മുള്ളുകൾ അടിച്ചടിച്ച് ചേർത്തപ്പോൾ തലയിൽ നിന്ന് തെറിച്ച് വന്നതായ തിരുരക്തം, കൈകളും കാലുകളും തുളച്ചപ്പോൾ ആ കൈകളിൽ നിന്ന് കാലുകൾ ഒഴുകിയ തിരുരക്തം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം ഇന്ന് നിങ്ങളുടെ മേൽ തളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വാസ്തവമായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യേശു ക്രിസ്തുവിൻ്റെ ആ തിരുരക്തം നിങ്ങളെ തൊടുകാൻ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഊരുമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം ഇന്ന് ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് അപ്പോസ്തലൻ പറയും. ആ പുണ്യാഹ രക്തം അരികിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാമോ? വിശ്വാസത്തോടെ നിങ്ങൾ കൈ നീട്ടുക, ഇരുകരവും നീട്ടുക. കർത്താവേ, ആ തിരുരക്തം എൻ്റെ മേൽ തളിക്കണമേ നിങ്ങൾ പറയുക. കർത്താവേ, ആ തിരുരക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പറയുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് പോയി സകല പാപങ്ങൾ കഴുകപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പാപവും കഴുകി തരുന്ന തിരുരക്തം. എൻ്റെ കർത്താവേ, എല്ലാ തിന്മയും മാറ്റുന്ന തിരുരക്തം, എല്ലാ അശുദ്ധിയും മാറ്റുന്ന തിരുരക്തം, അത്യാഗ്രഹങ്ങൾ മാറ്റുന്ന തിരുരക്തം, ദുരാഗ്രഹങ്ങൾ മാറ്റുന്ന തിരുരക്തം. എൻ്റെ കർത്താവേ, അശുദ്ധ ചിന്തകൾ മാറ്റുന്ന തിരുരക്തം, മലിന മോഹങ്ങൾ മാറ്റുന്ന തിരുരക്തം. എൻ്റെ കർത്താവേ, അശുദ്ധിയുടെ എല്ലാ തിന്മകളും എന്നിൽ നിന്ന് മാറ്റിക്കളയുന്നതായ തിരുരക്തം. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ സ്വഭാവത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതായ എല്ലാ അശുദ്ധിയും അഴുക്കും തിന്മയും അകൃത്യവും എല്ലാം കഴുകി മാറ്റുന്ന തിരുരക്തം. നാഥാ, ഇന്ന് ആ തിരുരക്തത്തിൻ്റെ മേൽ തളിക്കണമേ നിങ്ങൾ പറയൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരുരക്തത്തിൻ്റെ മേൽ തളിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധരായി തീരും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തെ പാവങ്ങളെല്ലാം മാഞ്ഞു പോകും. ഒന്നും പിന്നെ ഓർക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നും കർത്താവ് കടക്കിടുകയില്ല. എല്ലാ പാവവും മാറ്റുന്ന തിരുരക്തമാണ്. എല്ലാ അശുദ്ധിയും മാറ്റുന്ന തിരുരക്തമാണ്. എല്ലാ അത്യാഗ്രഹവും മാറ്റുന്ന തിരുരക്തമാണ്. എല്ലാ വഴക്കും പിണക്കവും മാറ്റുന്ന തിരുരക്തമാണ്. സ്പർദ്ധകളും വൈരാഗ്യങ്ങളും മാറ്റുന്ന തിരുരക്തമാണ്. പകയും വിദ്വേഷവും മാറ്റുന്ന തിരുരക്തമാണ്. ശത്രുത്വം മാറ്റുന്ന തിരുരക്തമാണ്. ആ തിരുരക്തങ്ങളുടെ മേൽ തളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കും, നിങ്ങളുടെ ജീവിതം ഫലം കായ്ക്കും, അനുഗ്രഹീതരായിത്തീരും. നിങ്ങളുടെ ജീവിതം ഇനിയും 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 അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി തീരും. ദൈവത്തിന് സ്തോത്രം. തിരുരക്തം നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ തളിക്കട്ടെ. കർത്താവിൻ തിരുരക്തങ്ങൾ വന്ന് മൂടട്ടെ. ആ തിരുരക്തം നിങ്ങൾ ആച്ഛാദനം ചെയ്യപ്പെടട്ടെ. തിരുരക്തം നിങ്ങൾ ആവരണം ചെയ്യപ്പെടട്ടെ. തിരുരക്തത്താൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പൊതിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് ഒരുമിച്ച് പാടാം. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. തഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാസ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിനായി. ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്കും. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും നിശ്ചയം എൻ വിരോധനിക്കും. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. സ്തോത്രം. മാലാഖമാരുടെ മധ്യത്തിൽ
ഞാൻ എൻ്റെ ബിരുദ ഞാൻ നേടും, എൻ്റെ ബിരുദ നേടുന്നത് ഞാൻ കാണും, ഞാൻ ഭാഗ്യശാലിയായി മാറും. പരിശുദ്ധ മാലാഖമാർ ദൈവത്തിന് സ്തോത്രം. കൂട്ടം കൂട്ടമായി നമ്മുടെ മൊത്തത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണ്. സ്വർഗീയ ഗണങ്ങൾ കൗതുകത്തോട് ഉറ്റുനോക്കുന്ന സമയമാണ്. സ്വർഗീയ മാലാഖമാർ നമ്മുടെ അരികത്തോടി മന്ദം വന്ന് നടക്കുന്ന സമയമാണ്. രാജാധിരാജനായ ക്രിസ്തുവിടെ അരികത്ത് വന്ന് നോക്കുന്ന സമയമാണ്. ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. മകനെ, രക്തത്തിൻ്റെ തളിപ്പ് നിനക്ക് കിട്ടിയോ? മകളെ, നിനക്ക് ഈ രക്തത്തിൻ്റെ തളിപ്പ് നിനക്ക് ലഭിച്ചോ? ഈ തിരുരക്തത്തിൽ നീ ആശ്രയിച്ചോ? നിൻ്റെ ജീവിതം കഴുകപ്പെട്ടുവോ? മുഴുവനായി കഴുകും തിരുരക്തം, എല്ലാ കറകളും മാറ്റുന്ന തിരുരക്തം. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എല്ലാ കടങ്ങളും മാറ്റുന്ന തിരുരക്തം. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാ രോഗങ്ങളും മാറ്റുന്ന തിരുരക്തം. വിശ്വസിച്ചാൽ രോഗം മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗം മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാധകൾ മാറും. പൈശാചിക ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. ചങ്ങലക്കെട്ടുകൾ പൊട്ടും. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാപങ്ങൾ മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുരക്തം ശാപം മാറ്റുന്നതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ വേദനാ വിഷയങ്ങൾ മാറും, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ തോൽവികൾ മാറും, ജയമാകും. തോൽവികൾ മാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി പരാജയം ഉണ്ടാകുകയില്ല. സ്തോത്രം. ജയജീവിതം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തിരക്ക് നിങ്ങളെ കഴുകുകയാണ്, തിരക്ക് നിങ്ങളെ മൂടുകയാണ്, ആ തിരക്ക് നിങ്ങളെ പൊതിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒട്ടും വൈകാതെ കുഞ്ഞാണ്ട് തിരക്തത്തെ നിങ്ങൾ അപേക്ഷിക്കൂ. കർത്താവേ, നിൻ്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകിയതായ തിരക്തം ഇന്ന് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാഥ, എൻ്റെ മേലൊന്ന് പതിയണമേ. പ്രാർത്ഥിക്കൂ. ഈ പാവിയായ എൻ്റെ മേലൊന്ന് തിരക്തം പതിയണമേ. തിരുവ്യാഗ്രഹിയായ എൻ്റെ മേലും തിരക്തം പതിയണമേ. സ്വാർത്ഥമതിയായ എൻ്റെ മേലത്തുനിന്ന് തിരക്തം പതിയണമേ. എൻ്റെ കർത്താവേ, എൻ്റെ പ്രശംസയുള്ള ജീവിതത്തിലേക്ക് തിരക്തം വന്ന് പതിയണമേ. മനുഷ്യരുടെ ബഹുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എൻ്റെ ശരീരത്തിലേക്ക് തിരക്തം വന്ന് പൊതിയണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ തിരക്തം തുടരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചുറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരക്തം, അതാണ് നാം പാടിയത്. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എൻ്റെ പാവങ്ങളും ശാപങ്ങളിലും മാറിപ്പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി എന്ന് പാടിയില്ലേ? പാടിക്കേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ. കനാൻ ജീവിതമെനിക്കാനന്ദമേ, കനാൻ ജീവിതമെനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഒരു വലിയ യുദ്ധ
നടക്കുകയായിരുന്നു, വലിയ യുദ്ധം. ഒരു രാജ്യം മറ്റു രാജ്യത്തോട് യുദ്ധം ചെയ്തു. ഈ ഒരു രാജ്യം തോറ്റു. മറ്റ് ജയിച്ച സൈന്യങ്ങൾ അവർ തീരുമാനിച്ചു ഓരോ വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ളവരെല്ലാം കൊല്ലണം തീരുമാനിച്ചു. പക്ഷേ അവർ പല കൂട്ടമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കൂട്ടം ചെന്ന വീട്ടിൽ പിന്നെയും കയറണ്ട. അതിന് ഒരു കാര്യം ചെയ്യണം. അവിടെയുള്ള ആ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ചെന്നാൽ ആ വീട്ടിൽ കൊന്നു കഴിഞ്ഞാൽ ആ രക്തം വാതിൽപ്പടിമേൽ പുരട്ടിയേക്കണം. അവർ പറഞ്ഞു, തീരുമാനിച്ചു. ഒരുമിച്ച് ആ പട്ടാളത്തിൻ്റെ ആളുകൾ തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ എല്ലാവരും എല്ലാ വീട്ടിലും കയറി വരും. അത് വേണ്ട. ഒരു വീട്ടിലൊരു കൂട്ടർ ചെന്നാൽ അവിടെയുള്ള ആ വീട്ടിലെ ആളുകളെല്ലാം കൊന്നിട്ട് ആ രക്തം വാതിൽപ്പടിമേൽ തെളിച്ചേക്കണം. രക്തം കണ്ടാൽ പിന്നെ അവിടെ ആ വീട്ടിൽ കയറണ്ടല്ലോ. ഇത് ഒരു സംഭവ കഥയാകണമെന്നില്ല, പക്ഷേ ഒരു ഉദാഹരണ കഥയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഗൂഢാലോചന മനസ്സിലാക്കി ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് മനസ്സിലാക്കി. അവൻ ചെന്ന് അവന് പരിചയമുള്ള വീടുകളിലൊക്കെ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തേക്കണം, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞാടിൻ്റെ ഏതിൻ്റെയും രക്തം ഒന്ന് വാതിൽപ്പടിമേൽ തെളിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ സംഹരിക്കാനായിട്ട് വരുന്ന പടയാളികൾ ഈ വീട്ടിൽ കയറുകയില്ല, അവർ ഒഴിവാക്കി പോയിക്കോളും. അവൻ പറഞ്ഞതനുസരിച്ച് ആ ദേശത്തുള്ള കുറേ ആളുകൾ ഒരു വീട്ടിൽ കൂടിയിരുന്നു. വാതിൽപ്പടിമേൽ രക്തം തളിച്ച് വെച്ചിരിക്കുക. ഒരു ഗ്രൂപ്പ് വന്നു നോക്കി, ഇവിടെ ഇത് കടന്നു, ഇവിടെ കൊന്നു കളഞ്ഞിരിക്കുന്നു, ഇവിടെയുള്ളവരെല്ലാം കൊന്നു. ഇവർ പാവങ്ങളകത്ത് വീർമുട്ടിയിരിക്കുകയാണ്, ഉണ്ടാകാതെ അനങ്ങാതെ നിശബ്ദമായിട്ടിരിക്കുകയാണ്. ആ വീട് അവർ ഒഴിവാക്കി, സംഹരിക്കാൻ വന്നവർ ഒഴിവാക്കി. അടുത്ത വീട്ടിൽ ചെന്നു അവിടെ സംഹരിച്ചു. കാരണം അവിടെ ആ വീട്ടിൽ രക്തം തെളിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം അനുസരിച്ചു ചിലർ. അവരെല്ലാവരും ആ വീട്ടിനകത്ത് കൂടിയിരുന്ന വീട്ടിലേക്ക് അവിടെ രക്തം പുറത്ത് തെളിച്ചിരുന്നുണ്ട്. ഇത് നമ്മുടെ കൂട്ടർ ഇവിടെ വന്നിച്ച് പോയതാണ്, ഇവിടെ സംഹാരം നടന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആ വീട് ഒഴിവാക്കി കടന്നുപോയി. ആ വീട്ടിൽ അകത്തിരുന്നവർ രക്ഷപ്പെട്ടു. സ്തോത്രം. ചുരുക്കി പറയട്ടെ, അകത്തിരുന്നവർ രക്ഷപ്പെടും. ഈ രക്തത്തിൻ്റെ വെള്ളപ്പിനുള്ളിൽ നിന്നാൽ രക്ഷപ്പെടും. രക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നിന്നാൽ രക്ഷപ്പെടും. ഒരു പിശാച് എടുക്കുകയില്ല. യേശുവിൻ്റെ രക്തം സ്തുതി. നിങ്ങളുടെ നാവിൽ എപ്പോൾ സ്തുതി ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ തിരുരക്തം സ്തുതി നാവിലുണ്ടെങ്കിൽ അടുക്കില്ല. അവിടെ ചുറ്റിപ്പറ്റിയെല്ലാം പിശാചുക്കൾ വരും, അടുക്കാൻ പറ്റുകയില്ല. ഈ തിരുരക്തം കാണുമ്പോൾ പിശാചുക്കൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, ഇന്ന് നിങ്ങളാരും പുറത്തായി എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളം കിട്ടിയിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര കിട്ടാതെ ആരും പോകരുത്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളം കിട്ടാതെ ആരും പോകരുത്. ബാധകളുണ്ട്, ശരിയാണ്. വീട്ടിൽ ബാധകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുരിതങ്ങളുണ്ട്, ഈ രോഗങ്ങളുണ്ട്, അനേകം പ്രശ്നങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ രക്തത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. അന്ന് ദൈവത്തിന് സ്തോത്രം, ഗോകുൽത്ത മലയുടെ ചുവട്ടടിയിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് ഒരു കുഷ്ഠരോഗിയായ അമ്മയും 2 മക്കളും 3 പേര് കുഷ്ഠരോഗികൾ ആ ഗുഹയ്ക്കകത്ത് കിടക്കുകയായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് അവർക്ക് സമൂഹത്തിലേക്ക് ചെല്ലാൻ നിർവാഹമില്ല. ആരെങ്കിലും വല്ലപ്പോഴും കൊണ്ടുവന്ന വല്ല റൊട്ടി കഷ്ണം മറ്റും ഇട്ട് കൊടുത്താൽ തിന്നും, അത്രയേ ഉള്ളൂ. വേറെ പോകാൻ വഴിയില്ല. ഒരമ്മയും 2 മക്കളും ആ ഗുഹയ്ക്കകത്തിരിക്കുകയാണ്, കുഷ്ഠരോഗികളാണ്. അപ്പോഴാണ് പെരുമഴ പെയ്തത്. പെരുമഴ പെയ്തപ്പോൾ കാൽവറിയിലെ ആ ഗോകുൽത്തായിലെ കുരിശടിയിൽ നിന്ന് വന്നതായ ആ രക്തത്തെയും വഹിച്ചുകൊണ്ട് ആ രക്തം കലർന്ന വെള്ളം ഒഴുകി ഈ ഗുഹയുടെ വാതിക്കലേക്ക് വന്നു. വെള്ളമല്ലാതെ വരുന്നു, ഒന്നും അവരറിഞ്ഞില്ല. പക്ഷേ ആ വെള്ളം ആ ഗുഹയുടെ ചുവട്ടടിയിലേക്ക് വന്നപ്പോഴേക്കും ഇവരുടെ ദേഹത്ത് തെറിച്ചു. അവരെ അത്ഭുതം, അമ്മയുടെ ശരീരം രോഗമില്ലാത്തതായി.
മക്കളുടെ രണ്ടുപേരുടെയും ശരീരം രോഗിലത്തായി. ആ രക്തം തെളിച്ചപ്പോൾ രക്തം വീണു. അവരറിഞ്ഞല്ല ഗോകുൽത്തായിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരാവിൽ നിന്നൊഴുകി വരുന്നതായ രക്തം വന്ന് തൊട്ടപ്പോഴേക്കും രോഗം മാറി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രോഗം മാറണമോ നിങ്ങൾക്ക്? രോഗശാന്തി വേണമോ നിങ്ങൾക്ക്? ബാധകൾ മാറണമോ നിങ്ങൾക്ക്? ഈ രക്തം തൊട്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ആ രക്തമാണ് നമുക്ക് ജയം തരുന്നത്. ആ രക്തമാണ് നമുക്ക് വിജയം തരുന്നത്. ആ രക്തമാണ് നമുക്ക് സമാധാനം തരുന്നത്. ആ തിരക്തമാണ് നമുക്ക് വിശുദ്ധി തരുന്നത്. ആ തിരക്തമാണ് പാവക്ഷമ തരുന്നത്. ആ തിരക്തമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് ഈ തിരക്തങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. അത് നമ്മെ തൊടട്ടെ, നമ്മെ തൊട്ടുരുമി പോകട്ടെ. ആ തിരക്തങ്ങളുടെ മേൽ നമ്മൾ ഓരോരുത്തരുടെ മേലും തളിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹരക്തം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നതായ പുണ്യാഹരക്തം അത് നിങ്ങളുടെ മേൽ തളിക്കട്ടെ. ആ തിരക്തങ്ങളുടെ മേൽ ഒന്ന് വീഴട്ടെ. ഒരു തുള്ളിയെങ്കിലും നിങ്ങൾ തൊടട്ടെ. നിങ്ങൾ അത്ഭുതകരമായ രോഗശാന്തി അനുഭവിക്കട്ടെ. അത്ഭുതമായ അനുഗ്രഹം അനുഭവിക്കട്ടെ. രോഗക്കിടക്കയിൽ കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ തിരക്തം തൊടുമ്പോൾ ദൈവമേ, അനേകരുടെ മനസ്സിന് സമാധാനം ലഭിക്കട്ടെ. കടത്തിൻ്റെ വാതിലുകൾ ഒഴിയട്ടെ. ദുരിതങ്ങൾ തീരട്ടെ. ശാപങ്ങൾ മാറട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരക്തത്തിൻ്റെ തലപ്പിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, എൻ്റെ മേൽ തിരക്തം തൊടണമേ. യേശുവേ, നിന്റെ തിരക്തം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോകുൽത്ത കുന്നിൽ നിന്നൊഴുകിയ തിരക്തം ഇന്ന് ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീഴണമേ. യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഇനിമേൽ പാവമില്ലാത്ത ജീവിതം നയിക്കും. ഇനിമേൽ പാവം തൊടാതെ ഞാൻ ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി സ്തോത്രം. പാവികളായി ഞങ്ങളോട് മനസ്സിലായതിനായി സ്തോത്രം. ഒരു അർഹതയും ഒരു യോഗ്യതയില്ലായിരുന്നിട്ട് നിങ്ങളെ സന്ദർശിക്കാമെന്നതിനായി സ്തോത്രം. നിന്നെ നടുതലയെ നനയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്നെ നടുതലയെ വളവിട്ട് വളർത്തുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.